നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൗത്ത് ഗോവയിലത്തെ തന്നെ ഏറ്റവും അടിപൊളി ബീച്ചായ പാലോളിയം ബീച്ചിലേക്കാണ്. അതായത് സൗത്ത് ഗോവയിലത്തെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന ഒരു വിരലിലെണ്ണാവുന്ന ബീച്ചുകളിലത്തെ ഏറ്റവും നല്ലൊരു ബീച്ചാണിത്. അതായത് നമുക്ക് ഇവിടേക്ക് എത്തിപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഡ്ഗോണിൽ നിന്ന് കുറച്ചധികം തന്നെ ദൂരമുണ്ട്. വളരെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടിയൊക്കെ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടേക്ക് എത്താൻ. അതുപോലെ തന്നെ ഇവിടുത്തെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പെൻസീവാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കയാക്കിംഗ് ആണ്. അതായത് ഇവിടുത്തെ ഈ ഒരു തീരപ്രദേശം വളരെ ഹൈറ്റ് കുറഞ്ഞ ആഴം കുറഞ്ഞൊരു സ്ഥലമായതുകൊണ്ടും അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ടും കയാക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് പ്ലേസാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികളാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അതായത് ഇന്ത്യൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ജോയിൻ്റ് ചെയ്യുന്ന, അതായത് റിവറും സീയും കൂടി ജോയിൻ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതായത് ഏറ്റവും വേലിയിറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ. അതായത് ഈവനിങ് ടൈമിൽ വേലിയിറക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഏരിയ കൂടുതൽ വരും ഇവിടെ. അതുകൊണ്ട് ഈ ഫോറിനേഴ്സ് ആയാലും അങ്ങനെയുള്ള എന്താ പറയുക റഷ്യൻസൊക്കെ ആയാലും അവരിവിടെ വന്ന് ഈവനിങ് ടൈമിൽ ഇതുപോലെ ഫുട്ബോൾ കളിക്കുക അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലേസാണ്. ഇവിടേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലോളിയം ബീച്ചിൽ എത്തിയിട്ട് അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് അതിൻ്റെ ഏറ്റവും എൻഡിലാണ് ഇത്രയധികം ഫോറിനേഴ്സ് അവർ തമ്പടിച്ചിരിക്കുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ അതുപോലത്തെ ഒരു ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാലോ. ഞാനിപ്പോൾ വന്നിരിക്കുന്ന സമയം വേലിയിറക്കത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ കടൽ ഒരുപാട് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്രിക്കറ്റ് മൈതാനത്തിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോൾ മൈതാനത്തിൻ്റെ ആ ഒരു സ്പേസ് പോലെയാണ് തോന്നുന്നത്. പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, ഇത്രയും നല്ല പൂഴി മണൽ നമുക്ക് വേറൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയും ക്ലിയർ ഉള്ള വെള്ളം വേറൊരു സ്ഥലത്ത് കാണാൻ പറ്റില്ല. അത്ര അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് യാത്രകൾ ഇങ്ങനെ പോകണം. പുതിയ കാഴ്ചകളും പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന പോലെയാണ്. അതായത് നല്ല ഭക്ഷണം കഴിക്കുന്ന പോലെയും നല്ല സന്തോഷം തരുന്ന ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഇടപഴകുന്ന പോലെയൊക്കെയാണ് നമ്മളിങ്ങനെ യാത്രകൾ പോലും. അതിൽ എക്സ്പെഷ്യലി എടുത്തു പറയുന്നത് ഒരു ബെസ്റ്റ് പ്ലേസാണ് ഗോവ. ഗോവയിൽ നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നു പോകുന്നത് നമ്മളുടെ ഒരു ഡെയിലി റൊട്ടീനിൽ ടോട്ടലി ഡിഫറെൻ്റ് ആക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗോവയിൽ വന്നിരിക്കും. നിങ്ങളിപ്പോൾ ഈ പുഴ കണ്ടോ? ഈ പുഴ ഇപ്പോൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കടലിലേക്ക്. അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ ഇതൊക്കെ തിരിച്ച് കയറി വരും. അപ്പോൾ ഇവിടെ നിറച്ച് വെള്ളവും പിന്നെയും അതിറങ്ങും. അങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു ഫ്ലക്ച്വേഷൻ. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഈവനിങ് ടൈം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനും അവരും എക്സ്പീരിയൻസ് ചെയ്യുന്നതും കാണാം. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ അനുഭവമായിരിക്കും. പിന്നെ ഇവിടെ ഈവനിങ് ടൈമിൽ ഓരോ ഗ്യാങ്ങുകളായിട്ട് പല സ്ഥലങ്ങളിൽ തമ്പടിക്കുന്ന കാണാം. അവർ ഇതുപോലെയുള്ള ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്ന കാണാം. ഈ ഒരു ടൈമിൽ ഇവർ കുറേ പേരെ ഇത് പഠിപ്പിക്കുന്നതായിട്ടും കാണാം. ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ വീഡിയോ എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ കയാക്കിങ് കുറച്ചും കൂടിയും ശക്തമാകുന്നത് ഈവനിങ് ടൈമിലാണ്. അത് നീന്തലറിയാത്തവർക്ക് വരെ വളരെ സേഫ് ഗാർഡൊക്കെ ഇട്ട് നമുക്ക് പോകാൻ സാധിക്കും. നമ്മളെ വോളണ്ടിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇവിടുത്തുകാർ തന്നെ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെ ഗോവയിലത്തെ ഈ ഒരു ഈവനിങ് വൈബ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ആയാലും ഷോപ്പുകളൊക്കെ ആയാലും കുറച്ച് ആക്റ്റീവ് ആവുന്ന ടൈമാണ്. അതായത് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കുറേ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ക്ലോത്ത്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്, അതായത് ഈ വിദേശികളെ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാം. പിന്നെ കുറേ ലൈവ് ബാറുകളും ഇവിടെ ഉണ്ട്. പിന്നെ ഫിഷ് ഐറ്റംസ്, ലൈവ് ഫിഷ് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടുപോയി കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സൗകര്യത്തിനോ അല്ലെങ്കിൽ ഇവർ തന്നെ ലൈവായിട്ട് കുക്ക് ചെയ്ത് തരുന്ന അങ്ങനത്തെയും ഷോപ്പുകൾ ഇവിടെ ഒരുപാട് കാണാം. അങ്ങനെ ബീച്ച് സൈഡിലുള്ള ബീച്ച് ടൈപ്പ് ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് ഈ കാണുന്നതൊക്കെ.
ഇതൊക്കെ കൂടുതലും മെയിനായിട്ട് ഫോറിനേഴ്സ് വിദേശികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഔട്ട്ലെറ്റുകളൊക്കെ കൂടുതലും ഇവിടെ ഓപ്പണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നത്തെ ഇനി എൻ്റെ പരിപാടി നേരെ റൂമിലേക്ക് പോകാനാണ്. റൂമിലേക്ക് നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു 10-15-20 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം നൈറ്റ് ടൈമാണ് ഡ്രൈവ് വരുന്നത്. നമ്മൾ നേരെ ഹൈവേ പിടിച്ചു. ഹൈവേയിൽ നിന്ന് നേരെ പോകുന്ന വഴിയിൽ പ്രത്യേകിച്ച് ഹോട്ടൽസ് ഒന്നും തന്നെ ഇല്ല ഇവിടെ. അതായത് ഒരൊറ്റ ഹോട്ടൽസ് പോലും ഇല്ല, അപൂർവം 1-2 ഉള്ളൂ ഹൈവേ സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഷോപ്പിൽ കയറി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു ഓപ്ഷൻ. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ആ കൂടി ലോ ബഡ്ജറ്റിൽ ഒരു 1000 രൂപ റേഞ്ചിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരേ ഒരു റൂം ഞാൻ തപ്പി പിടിച്ചതിൽ ഓൺലൈനിൽ നിന്ന് കിട്ടിയത് ഇതാണ്. ഇവിടെ പൂളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ദുരന്തമായി കിടക്കുകയാണ്, നമുക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റൂമും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. നമുക്ക് ടവൽസും അതുപോലെ തന്നെ സോപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയല്ല, അത് പുറത്ത് പോയി നമ്മൾ അതായത് കോമൺ ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ഒരു തനി ലോഡ്ജ് സെറ്റപ്പാണ്. അങ്ങനെ വലിയ ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൗത്ത് ഗോവ എന്ന് പറയുന്നത് നോർത്ത് ഗോവേനേക്കാളും വളരെ എക്സ്പെൻസീവാണ്. ഫുഡ് ആയിക്കോട്ടെ, റൂം ആയിക്കോട്ടെ, എല്ലാം എക്സ്പെൻസീവാണ്. പിന്നെ അത് കിട്ടാൻ തന്നെ ഇല്ല, നല്ല ഫുഡോ നല്ല റൂംസോ ഒന്നും കിട്ടാനും ഇല്ല. ഞാൻ തന്നെ റൂം എടുത്തത് ഏതൊക്കെയോ ഉള്ളിലൊക്കെ പോയിട്ടാണ്. അതുപോലെ തന്നെ ബീച്ച് സൈഡിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഹൈ റേറ്റാണ്. അത് സീസൺ ആയിക്കോട്ടെ, ഓഫ് സീസൺ ആയിക്കോട്ടെ. അതുപോലെ തന്നെ സൗത്ത് ഗോവയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ബീച്ച് ഇത് മാത്രമാണ്. മറ്റു ബീച്ചുകളിലെല്ലാം എന്താ പറയുക, വളരെ ശാന്തമാണ്, ആരുമില്ല. അങ്ങനെ എന്താ പറയുക, ഒരു ഓളുണ്ടാക്കുന്ന ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലോളിയം ബീച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ സൗത്ത് ഗോവയിൽ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ബീച്ചാണിത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. അതിനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. അങ്ങനെ പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളായിട്ട് കാണാം. ഓക്കെ, ബൈ.